ഇതൊരു ഭയങ്കര ഈവനിങ് ടൈമാണ്. ഇപ്പൊ എനിക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി തോന്നുന്നു. ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ ബിരിയാണി ഉണ്ടാക്കണം, അല്ലാതെ ഇവിടെ ഒന്ന് പറയല്ല ചെയ്യേണ്ടത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓണിയൻസും ജിഞ്ചർ ഗാർലിക്കും ഒക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം ഇതല്ല ചെയ്യേണ്ടത്. അരി എടുത്ത് കഴുകി നമ്മൾ 30 മിനിറ്റ്സ് വെള്ളത്തിലിട്ട് വെക്കണമായിരുന്നു. അപ്പം ഞാൻ അത് ആദ്യം ചെയ്തിട്ട്, അപ്പം നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളും അത് തന്നെ ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ എടുത്ത് വെച്ച സാധനങ്ങൾ കട്ട് ചെയ്തു, ജിഞ്ചർ ഗാർലിക്കും ഓണിയനും ഗ്രീൻ ചില്ലിയും എല്ലാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഓൾറെഡി ഞാൻ ഇതിൽ മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ചിക്കൻ്റെ കാര്യത്തിൽ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇനി നമ്മൾക്ക് സവാള ആദ്യം വറുക്കണം. അതിന് നമ്മളൊരു പാൻ ചൂടാകുമ്പോൾ അതിൽ ഓയിൽ ഒഴിച്ച് വറുക്കണം. ഈ ഒരു സവാള വറുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് കേട്ടോ. കാരണം ഉണ്ടല്ലോ, ഇതിന് ഒരുപാട് ടൈം എടുക്കും, ബാക്കി ഒന്നിനും ഇത്ര ടൈമില്ല. ഈ ഒരു സെയിം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വെക്കുക, അതിൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇടുക. ചിക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതായത് സ്പൈസസും അതുപോലെ എവിടേക്കോ എത്തി. എനിക്ക് സ്ട്രെസ്സായി പോയി പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത്. ഇത് ഇല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായി പോയി. അപ്പം എനിക്ക് കുറേ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഓൾറെഡി ചിക്കൻ കംപ്ലീറ്റ് ആയി, റൈസ് കംപ്ലീറ്റ് ആയി. റൈസ് ഇച്ചിരി ഇങ്ങനെ ആയിപ്പോയി, പക്ഷെ കുഴപ്പമില്ല. പിന്നെ എന്തൊക്കെയോ സംഭവിച്ച് അയ്യോ, ഇതൊരു സ്ട്രെസ് പരിപാടിയായിട്ടോ വീഡിയോ എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കല്ലോ. അപ്പം നമ്മൾ ചിക്കൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദം ചെയ്ത് കഴിക്കും. എൻ്റെ റെസിപ്പി കിട്ടിയിട്ട് വേണ്ടല്ലോ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല കുറ്റബോധമുണ്ട്, ഞാൻ നിങ്ങളെ പറ്റിച്ചെന്നൊക്കെ തോന്നി. പക്ഷേ എനിക്ക് എന്തോ പറ്റി, എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. ബിരിയാണി ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പപ്പടവും സാലഡും അച്ചാറൊക്കെ ഇട്ടിട്ട് അത് ഞാൻ കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സൈഡിൽ വെച്ചേക്കുന്ന മിച്ചർ ഒരു കൂട്ടത്തിൽ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാം. ബൈ.